ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരായിട്ടുള്ള DMKയുടെ പ്രതിഷേധ യോഗമാണ് ഇന്ന് ചെന്നൈയിലുള്ളത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഭയമാണോ? തീർച്ചയായിട്ടും കറക്റ്റ് വേർഡ്. അങ്കലാപ്പ്. ഭയമൊന്നുമല്ല, അതിനപ്പുറം ഒരു അങ്കലാപ്പ്. BJP കൊണ്ടുപോകും എന്നാൽ പിന്നെ അവരുടെ ഭൂരിപക്ഷം അല്പം കുറയ്ക്കാം. അതായത് എതിർ ടീം കൊണ്ടുപോകും. അപ്പോൾ ആ ഗോളിൻ്റെ അല്ല 4-5 ഗോളിൽ തോൽപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ നാണക്കേടല്ലേ. അപ്പോൾ ആ 4-5 എന്നുള്ളത് 2-3 ഗോളുകളാക്കി മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമമോ എന്ത് വന്നാലും BJP തന്നെ അടുത്ത തവണയും ജയിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം എല്ലാ തരത്തിലും. അപ്പോൾ ആ സമയത്ത് ഒരു തന്ത്രമേ ഉള്ളൂ, ജയിക്കാൻ പറ്റുകയില്ല. എന്നാൽ പിന്നെ കുറച്ച് അവരുടെ ഭൂരിപക്ഷം കുറച്ചാലോ, അതിലെല്ലാവരും യോജിപ്പ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗും ഒക്കെ വന്നിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗ് അവിടെ മീറ്റിങ്ങിന് പോയിരിക്കുന്ന അതേ മുസ്ലിം ലീഗ് തന്നെ മലപ്പുറം എന്നുള്ള മണ്ഡലത്തിലെ എല്ലാ സൗജന്യങ്ങളും ഇതുപോലെ അത് ആസ്വദിച്ചവരാണ്. അവിടെ MLA-മാരുടെ എണ്ണം കൂടി, പത്തനംതിട്ടയിൽ കുറഞ്ഞു. പത്തനംതിട്ടക്കാർക്ക് ഒരു പരാതിയും ഉണ്ടായില്ല. ഒരു പരാതിയും പറയാതെ അവരെല്ലാം സഹിച്ച് MLA-മാർ കുറഞ്ഞാലും ശരി, സാരമില്ല എന്ന് വിചാരിച്ച് അവർ പോയി. ഇവിടെ തർക്കം ഉണ്ടായോ കേരളത്തിൽ? മലപ്പുറത്ത് കൂടുമ്പോൾ പത്തനംതിട്ടയിൽ കുറയുന്നു, തർക്കം ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആസ്വദിച്ച ശേഷമാണ് മുസ്ലിം ലീഗ് അവിടെ പോയിരിക്കുന്നത്. അത് കാരണം മോദിക്കെതിരെ ആയതുകൊണ്ട് അവരുടെ അജണ്ട അതാണ്, മോദിയെ എങ്ങനെയും തോൽപ്പിക്കുക, ദേശീയതയുടെ ആ വികാരം തകർത്തുകൊണ്ട് വിഭാഗീയതയുടെ ഒരു വികാരം ഉണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് അവരുടെ ഒരു സ്ഥിരം പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് അവർ പോയത്. കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഏറ്റവും അനുഭവിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. ഇന്ത്യയിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും എല്ലാം ഒരുപോലെ തന്നെ ആസ്വദിച്ചിട്ടുള്ളവരാണ്. ഇതെന്ന് പറഞ്ഞാൽ മോദി കൊണ്ടൊന്നും അല്ലല്ലോ ഇത്. മോദിയൊക്കെ ഒരു പക്ഷേ ജനിക്കുന്നതിന് മുമ്പേ നടപ്പായിട്ടുള്ള ഒന്നാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ്റുകളും നെഹ്റുവും ഒക്കെ ചേർന്ന് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്നവരും എല്ലാം കൂടെ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ജനസംഖ്യ മാറ്റമനുസരിച്ച് കുറയുകയോ കൂടുകയോ ചെയ്യുന്നതനുസരിച്ച് അംഗങ്ങളുടെ എണ്ണം ക്രമപ്പെടുത്തണം എന്നുള്ളത് വന്നു. ഇതിപ്പോൾ ജനസംഖ്യാ വർധന ക്രമമായിട്ടുള്ള ഈ തലമുറ മാറ്റത്തിലൂടെ മാത്രമല്ല ഉണ്ടാവുക. ഒരു ഭാഗത്ത് ഇപ്പോൾ കോവിഡ് വന്നിട്ട് കംപ്ലീറ്റ് അവിടെ കുടുംബങ്ങളെല്ലാം നശിച്ചു പോയി നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വയനാട്ടിലെ പോലെ ഒരു പ്രകൃതി ദുരന്തമുണ്ടായിട്ട് അവിടെ ആളുകൾ അങ്ങ് ശോഷിച്ചു പോയി എന്ന് വെക്കുക. അവിടെയെല്ലാം ജനങ്ങളുടെ എണ്ണം കുറയും. അപ്പം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രമാത്രം ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അഖിലേന്ത്യാ തലത്തിൽ അങ്ങനെ വരണം. ഇന്ത്യയെ ഒന്നായി കാണുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇന്ത്യയെ പലതായിട്ട് കാണുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നും. അങ്ങനെ പലതായി കാണുന്ന ആൾക്കാരും അതുപോലെ തന്നെ വിളിച്ചത് കൊണ്ടൊന്ന് പോയി കളയാം, എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ച് പോകുന്നവരും. അപ്പോൾ ഇത് MK സ്റ്റാലിൻ്റെ അല്ലേ, അവിടെ എല്ലാവിധ വിഭവങ്ങളും എല്ലാം കാണും, സമൃദ്ധമായ ഊണും കഴിച്ചിട്ട് അംഗവും കാണാൻ താളിയും പറിക്കാമെന്നുള്ള ഒരു വികാരത്തോട് പോകുന്നവരും എല്ലാം കാണും, പലതരത്തിലുള്ള വികാരം. ഇതിനെ എതിർക്കുന്നവരും അവിടെ ഉണ്ടാവും. നല്ലതാണ്, ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം BJPയുടെ തലയിൽ കെട്ടിവയ്ക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. BJP അല്ല ഇത് കൊണ്ടുവന്നത്. പുതിയൊരു പരിഷ്കാരമല്ല, പുതിയൊരു ഭരണഘടനാ ഭേദഗതിയുമല്ല. 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഇങ്ങനൊരു ആലോചന വന്നു. പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ജഡ്ജിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യ ഭരിക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നവരും എല്ലാം കൂടി ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1952 അതിർത്തി നിർണയ കമ്മീഷൻ, ഡീലിമിറ്റേഷൻ കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത്. അതിൻ്റെ ബലം എങ്ങനെയാണെന്നറിയാമോ? അത് ലോക്സഭാ സ്പീക്കർ ഉണ്ടതിൽ. ലോക്സഭാ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിക്കുന്ന ഒരു MP, അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കർക്ക് ഓരോ സംസ്ഥാനത്തിനും തമിഴ്നാടിനും ഉണ്ടാവും ആ സ്പീക്കർ. തമിഴ്നാട്ടിൻ്റെ സ്പീക്കർ നിയോഗിക്കുന്ന ഒരു MLA ഉണ്ടാവും. മനസ്സിലായി? അതുകൂടാതെ ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി. ഇവരാരും BJPക്കാരായിരിക്കില്ലല്ലോ, ഭരണകക്ഷിക്കാരാവണമെന്ന് നിർബന്ധവുമില്ലല്ലോ. ഈ സഹ അംഗങ്ങളാണ് MPയോ അല്ലെങ്കിൽ MLAയോ ആയിട്ട് വരുന്നവർ, സഹ അംഗങ്ങളാണ്. ഈ സഹ അംഗങ്ങൾക്ക് വോട്ടില്ല. തീരുമാനമെടുക്കുന്ന അപ്പോൾ ആരാ? റിട്ടയേർഡ് ജഡ്ജി തന്നെയാണ് തീരുമാനമെടുക്കുക. ചർച്ച ചെയ്യും, പക്ഷേ തീരുമാനമെടുക്കുന്നത് റിട്ടയേർഡ് ജഡ്ജിയാണ്. രാഷ്ട്രീയം ഉണ്ടോ? BJPയുടെ മന്ത്രിയാണോ MP ആണോ? ഒന്നുമല്ല. അപ്പം ന്യായയുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും. പക്ഷേ DMK പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ പദ്ധതി നടപ്പാക്കിയിട്ടില്ല, കുടുംബാസൂത്രണം ശരിയായിട്ട് നടപ്പാക്കിയിട്ടില്ല. തെക്കേ ഇന്ത്യയിൽ അത് വിജയകരമായി നടപ്പാക്കി. തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വിജയകരമായി നടപ്പാക്കിയത് കേരളമാണ്. കേരളമല്ല അതിന് മുൻകൈ എടുത്തത്, പക്ഷേ തമിഴ്നാടാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഫലപ്രദമായിട്ട് ഇത് നടപ്പാക്കി 0 പോപ്പുലേഷൻ എന്നുള്ള റെക്കോർഡ് കൈവരിച്ച്
ഇന്ത്യയുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് വിധേയമായത് പത്തനംതിട്ടയില്ല. അവിടെ എം എൽ എമാരെ കുറഞ്ഞു, മണ്ഡലങ്ങൾ കുറഞ്ഞു, മണ്ഡലങ്ങൾ പുനഃക്രമീകരിക്കും. ഞങ്ങൾക്കൊരു മാവേലിക്കര മണ്ഡലം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പന്തളത്തിനൊരു മണ്ഡലം ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഇല്ല. അതെല്ലാം പോയി കഴിഞ്ഞു. പന്തളമില്ല, ഇപ്പോൾ അടൂർ മാത്രമേ ഉള്ളൂ മണ്ഡലമായിട്ട്. ഞങ്ങളുടെ മണ്ഡലം പോയി, ഞങ്ങൾ പ്രതിഷേധിച്ചില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ പ്രതിഷേധം വരാൻ കാരണം എന്തെന്നറിയോ? വരാൻ കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷയമുണ്ടാക്കി അടിയന്തരമായിട്ട് ജനശ്രദ്ധയിൽ വരണം. കാരണം മുച്ചൂടും അഴിമതിയിൽ മുങ്ങിയ ഒരു ഗവൺമെൻറ് ആണെന്ന് അവിടെ വിജയ് സൂപ്പർ പറഞ്ഞു കഴിഞ്ഞു. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ആൾ BJPയുടെ ശക്ത തരംഗമായിട്ട് ആഞ്ഞടിക്കുന്ന അണ്ണാമലൈ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇത് മൊത്തത്തിൽ മന്ത്രിസഭയിലുള്ള ആൾക്കാർ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു, സമ്മതിച്ചും കഴിഞ്ഞു. കുടുംബം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയത്. 40ഓളം CBSE സ്കൂളുകൾ, ഹിന്ദിയും കൂടി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉദയനിധി സ്റ്റാലിന് മാത്രമായിട്ടുണ്ട്. അവർക്ക് പത്രങ്ങളുണ്ട്, അവർക്ക് TV ഉണ്ട്, സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിനൊക്കെയുള്ള പണം എവിടുന്നാണ് വരുന്നത്? ഇതെല്ലാം ഭരണത്തിൽ നിന്ന്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കട്ടെടുക്കുന്ന മുതലാണ്. ഇതിൽ നിന്ന് ഈ വൻ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നെൽക്കക്കള്ളിയില്ലാത്ത സംഘടിപ്പിച്ച യോഗമാണ്. ഇത് അധാർമികമാണെന്നുള്ളതാണ് പറയുന്ന കാര്യം. ഫെഡറലിസത്തിന് ഒരു ചരിത്ര ദിനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ആര്? സ്റ്റാലിൻ. ഫെഡറലിസം അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വയംഭരണം വേണമെന്നും പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയതാണല്ലോ. തോറ്റുതുന്നം പാടിയില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ, BJP ഉള്ളപ്പോഴല്ല. ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടുവരുന്ന ഒരു മുദ്രാവാക്യമാണ് താങ്കൾ എന്തോ ഒരു പ്രത്യേക ജനതയാണ്, ഒന്നുമല്ല. ആ പല്ലവ രാജാക്കന്മാരുടെ കാലം മുതലേ തമിഴ്നാട് മാത്രമായിട്ടൊന്നും അല്ല അവർ ഭരിച്ചത്, കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ചേര രാജാക്കന്മാരുടെ കാലത്ത് അവർ കേരളം മാത്രമല്ല ഭരിച്ചത്, ചരിത്രം അറിയാവുന്നവർക്ക് അറിയാമല്ലോ, തമിഴ്നാട് കൂടാണ് ഭരിച്ചത്. തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായതെന്നാണല്ലോ അവർ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ തമിഴ്നാടിന് സ്വന്തമായിട്ടൊരു ഭരണമാകാൻ പറ്റും? പാണ്ഡ്യ രാജാക്കന്മാർ, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്നവർ തമിഴ്നാട് മാത്രമാണോ ഭരിച്ചത്? അപ്പോൾ രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗൈ കൊണ്ട ചോളൻ വടക്കേ ഇന്ത്യയിൽ പോയി ആക്രമണം നടത്തി ആ നാട്ടുരാജ്യങ്ങളെ പലതിനും കൂട്ടുപിടിച്ചു എന്ന് മാത്രമല്ല, ശ്രീലങ്ക വരെ അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അത്തരം ഒരു വലിയ പാരമ്പര്യവും ചരിത്രവും ഉള്ള ഒരു രാജ്യമാണ് തമിഴ്നാട്. അല്ലാതെ MK സ്റ്റാലിൻ്റെയും കരുണാനിധിയുടെയും കാലത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സംസ്ഥാനമല്ല. സംസ്ഥാനത്തിന് തമിഴ്നാടെന്ന് പേര് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതെല്ലാം തങ്ങളുടെ സ്വത്താണ്, തങ്ങളുടെ DMK ആണ് അതിൻ്റെ ഏറ്റവും വക്താവ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന സുബ്രഹ്മണ്യ ഭാരതിയെ പോലെ, ഔവയാറിനെ പോലെ, അതുപോലെ തന്നെ എത്രയോ പേര് അകനാനൂറും പുറനാനൂറും എഴുതുന്നവർ വൈഷ്ണവമതം, ശൈവമതം തുടങ്ങിയ ആ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘം അഖണ്ഡ ഭാരത സംസ്കാരത്തെയാണ് ഉൾക്കൊണ്ടത്. തമിഴ്നാടിന് മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്നോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നോ അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ത്യാഗരാജനും ദീക്ഷിതരും ശ്യാമശാസ്ത്രിയും ഒക്കെ തന്നെ തെന്നിന്ത്യൻ സംസ്കാരത്തെയാണ് വളർത്തിയത്, തെന്നിന്ത്യൻ സംഗീതത്തെയുമാണ് വളർത്തിയത്. നൃത്തത്തിലും എല്ലാ കലാപാരമ്പര്യങ്ങളിലും അത് കാണാം. ഇത് ഇവിടെ വന്നിട്ട് തമിഴ്നാടിൻ്റെ എന്തോ ഒരു ആവശ്യമായിട്ട് ഇങ്ങനെ ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെഡറലിസം, എന്ത് ഫെഡറലിസമാണ് ഈ മനുഷ്യൻ നടപ്പാക്കുന്നത്? എന്ത് ഫെഡറലിസം നടപ്പാക്കുന്നത്? നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ, അവിടെ ജനങ്ങളുടെ ജീവൻ പോയാലും തങ്ങൾക്ക് വെള്ളം വേണമെന്ന് പിടിവാശി പിടിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോഴും അവർ ജയിച്ചു. കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റ് വരെ കൈക്കൂലി കൊണ്ട് മലീവസമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഴിമതി അവിടുന്ന് വിവരങ്ങൾ ചോർത്തിയെടുത്ത് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി അങ്ങനെ കേസ് ജയിച്ച മനുഷ്യനാണത്. പോയിരിക്കുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കൂടെ. കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവനേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം രാഷ്ട്രീയ ഭാവിയാണ്. MK സ്റ്റാലിൻ്റെ രാഷ്ട്രീയ ഭാവി അത് നന്നാക്കാൻ വേണ്ടി പോയിരിക്കുക അവിടെ. പണ്ട് ഇവരൊക്കെ കൂടി ഹൈദരാബാദിൽ കൂടിയല്ലോ ഇവർ എല്ലാം കൂടെ പണ്ട്. സ്റ്റാലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയിട്ടാണോ അതോ കേരളത്തിന് മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ ഇതിന്റെ പിന്നിൽ? ഈ കാര്യം കേരളത്തിന് അജണ്ടയൊന്നുമില്ല. അഴിമതിയിൽ മുങ്ങിയ രണ്ട് മുഖ്യമന്ത്രി വീരന്മാർ അവിടെ ഒന്നിച്ചു കൂടുന്നൊന്നുള്ളൂ. കേന്ദ്രത്തിനെ 10 ചീത്ത പറയും എന്തെങ്കിലും കാരണം. അഴിമതിയിൽ ഞങ്ങളെ പിടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ പച്ചയായിട്ട്. സത്യം അതേ ഉള്ളൂ, അതാണ് കാര്യം. അതിപ്പോൾ ഇന്ന് അമിത്ഷാ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. അമിത്ഷാ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു തമിഴ്നാടിന് അതിൻ്റെ സീറ്റൊന്നും കുറയാൻ പോകുന്നില്ല. എന്നിട്ട് ആഞ്ഞു പിടിച്ച് ഇദ്ദേഹം അങ്ങ് നടത്തുകയാണ്, ഇതങ്ങ് സംഘടിപ്പിക്കുക. ഇല്ല G20 മീറ്റും കുംഭമേള സംഘടിപ്പിക്കുന്ന പോലെ കുംഭമേളയ്ക്ക് ബദലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് പകരം ഞാനും ഒന്ന് സംഘടിപ്പിച്ച് കാണിക്കാം
എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ദേശീയത എപ്പോൾ ഉയരുന്നുണ്ടോ അതിനെ പിടിച്ച് താഴ്ത്തിടാൻ വേണ്ടി കുറേ ഇതുപോലുള്ള ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ തമിഴ്നാട് മാത്രമായി കിട്ടിയ അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കാം. പണ്ട് സർ CP വിചാരിച്ചല്ലോ കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് അങ്ങ് ഇരിക്കാം, റിപ്പബ്ലിക്കാക്കി മാറ്റാം, അമേരിക്കൻ മോഡൽ നടപ്പാക്കാമെന്ന്. ആ അനുഭവം കണ്ടില്ലേ, തമിഴ്നാട്ടിലെ ജനങ്ങൾ അതുപോലെ തന്നെ ചെയ്യും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതിനകത്ത് പറഞ്ഞത് കാര്യമുണ്ട്. പിന്നെ ജനസംഖ്യ ചിലരുടേത് വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ 18-ാം വയസ്സിലൊക്കെ വിവാഹം അതിനു മുമ്പേ പറ്റുമെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ച് അയക്കണമെന്ന് നിർബന്ധമുള്ള ചില മതവിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ബാലവിവാഹമൊക്കെ നമ്മൾ നിർത്തലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ള വിവാഹങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ നടക്കുന്നിടത്ത് ജനസംഖ്യ കൂടാറുമുണ്ട്. പെൺകുട്ടികൾ പ്രസവിക്കുന്ന യന്ത്രങ്ങളായിട്ട് മാറാറുണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്, സാമൂഹികമായിട്ടുള്ള അനാചാരങ്ങൾ. അതിനെതിരെയാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അല്ലാതെ മോദിക്കെതിരെ ഡീലിമിറ്റേഷനെതിരെ അല്ല പോകുന്നത്. ആ തരത്തിൽ പോകണം. അതാണ് ഇന്ത്യയുടെ എന്തുകൊണ്ട് അങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഇവരതിനെതിരെ ശബ്ദിച്ചില്ല? ഏത് മതവിഭാഗവും ആയിക്കോട്ടെ 18-ാം വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് പ്രസവിക്കുന്ന യന്ത്രമായിട്ട് വർഷാവർഷം പ്രസവിക്കുന്ന യന്ത്രമായിട്ട് മരിക്കുന്നവരെ പ്രസവിച്ചുകൊണ്ടിരിക്കുക. ഇത് നടപ്പാക്കുന്ന അത്യാചാരം ബാല്യ വിവാഹത്തെക്കാൾ വളരെ മോശമായിട്ടുള്ള, മരിച്ചു പോകുന്ന ഈ പ്രസവിച്ചായിരിക്കും. അതാണ് സ്ഥിതി. അതിനെതിരെ ഒരൊറ്റ വാക്ക് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ ധൈര്യമുണ്ട്. എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഫെഡറലിസത്തിൻ്റെ ആഘോഷം നടത്തുന്നത്. കഷ്ടം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.